അപ്പോൾ നമ്മൾ ഈ ഒരു റിസോർട്ടിലെ മെയിൻ ആക്ടിവിറ്റീസും അതിന് പുറമെ ഒരു സിംഗിൾ കോട്ടേജിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിസോർട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സ്ട്രക്ചർ മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു സിംഗിൾ കോട്ടേജിൻ്റെ റിവ്യൂ കാണാം. ഇവിടുത്തെ എല്ലാ റൂമിൻ്റെയും മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാൽക്കണിയും പിന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് 2 ചെയറും കൊടുത്തിട്ടുണ്ടാവും. ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ വന്നു കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ ഒരു വിധം എല്ലാ ഭാഗവും നമുക്ക് ഇവിടുന്ന് കവർ ചെയ്ത് കാണാൻ പറ്റും. അതിന് പുറമെ നമുക്ക് നേരെ നോക്കുവാണെങ്കിൽ മോർണിംഗ് ടൈമിൽ ചെറിയൊരു സൺറൈസിൻ്റെ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അത്തരത്തിലുള്ളൊരു ഏരിയയിലാണ് ഈ ഒരു സിംഗിൾ കോട്ടേജ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു റൂമിലേക്ക് കയറി. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഇൻ കേസ് അതായത് മാക്സിമം 3 അഡൾട്ടിന് കംഫർട്ടബിളായിട്ട് ഈ ഒരു ബെഡിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതിന് പുറമെ ആൾക്കാരുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡും കൂടെ കൊടുക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഈ റൂമിൽ കാണാൻ പറ്റും. പിന്നെ മറ്റ് അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മാർട്ട് TV കാണാൻ പറ്റും. പിന്നെ വൈഫൈ ഫെസിലിറ്റീസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെഡിന് നേരെ മുന്നിലായിട്ട് തന്നെ ഒരു ചെറിയ മിനി ടേബിളും 2 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഓഫീസ് വർക്കോ അങ്ങനത്തെ ലാപ്ടോപ്പ് വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ബെഡിൻ്റെ നേരെ ഫ്രണ്ടിൽ വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ഗ്ലാസ് വിൻഡോ ആണ്. നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഈ റൂമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാനും അതേപോലെ തന്നെ AC-യും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് മിനി ടേബിളും ചാർജിങ് പോയിൻറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിൽ, ടീ സപ്ലൈസ്, ഗ്ലാസ് എല്ലാ കാര്യങ്ങളും അവർ ഈ ഒരു റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് വിൻഡോൻ്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചകളാണ്. മോർണിംഗ് ടൈമാണ് അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. നൈറ്റ് കംപ്ലീറ്റ് കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗംഭീര ആംബിയൻസ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ നോക്കാം. അതിന് മുന്നേ ഈ ഭാഗത്തായിട്ട് തന്നെ നല്ലൊരു മിററും അതേപോലെ തന്നെ വാർഡ്രോബും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഗേജോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി ഇതിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാത്റൂം നോക്കാം. ഈ ബാത്റൂമിനും ആവശ്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് വാഷ് ബേസും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ബാത്റൂമിലേക്ക് കയറാനൊക്കെ ഉള്ളൊരു സ്ലിപ്പറും കൂടെ അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത കോട്ടേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്തതായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പോവാം. അപ്പോൾ ഈ ഒരു റൂമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക, അയച്ചു തരിക. നിങ്ങൾ അയക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എത്ര അഡൾട്ട് ഉണ്ടെന്നും കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇവിടെ ഏറ്റവും നല്ല ബഡ്ജറ്റിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ അടുത്തൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് റൂമും കൂടെ ഉണ്ട്. അത് കണ്ടിട്ട് വരാം.